സോ നമ്മുടെ റെയിൽവേയുടെ RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ മുൻപ് 2024 എൻഡോട് കൂടി വിളിച്ചതും, അതായത് അന്ന് ഷോർട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2025 അതിൻ്റെ പരീക്ഷ നടക്കുന്നു. ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ 2026 പകുതി മാസം, അതായത് 2026 ഏകദേശം പകുതി ആകുന്ന സമയത്തേക്ക് അതിൻ്റെ റിസൾട്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 വർഷത്തിൻ്റെ അടുത്ത് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വരെയുള്ള പ്രോസസ്സ് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു എക്സാം എന്നുണ്ടാകും എന്നുള്ളതിൽ പലർക്കും സംശയം ഉണ്ടാവും എന്നറിയാം. അത് ഓൾറെഡി നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഈ വർഷം 2026 എൻഡോട് കൂടിയെങ്കിലും അതിൻ്റെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ജനുവരിയിലേക്ക് മേ ബി ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വർഷം ലാസ്റ്റ് സമയങ്ങളിലാണ് കൂടുതലും ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയിക്കാം. ഈ വർഷം ലാസ്റ്റ് സമയങ്ങളിലാണ് കൂടുതലും പരീക്ഷ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ തവണ ഏകദേശം നവംബർ 11ാമത്തെ മാസം, ഡിസംബർ അതിൻ്റെ ഇടയിലായിരുന്നു പരീക്ഷ നടന്നത്. നവംബർ മാസത്തിലേക്കായിരുന്നു പരീക്ഷ ഈ പറയുന്ന പോസ്റ്റിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം. റിസൾട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ചെന്നൈ സോണിൻ്റെ മാത്രമേ ഇട്ടുള്ളൂ. ചെന്നൈ സോണിൻ്റെ കട്ട് ഓഫും ലിസ്റ്റുമാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. റോൾ നമ്പർ നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകും. അപ്പോൾ ആ റോൾ നമ്പറാണ് ഇവിടെ സെർച്ച് ചെയ്യേണ്ടത്. അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോന്നായിട്ട് നിങ്ങൾ ചെന്നൈ സോണിലായിരിക്കും കൂടുതൽ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ചെന്നൈ സോൺ, അതായത് കേരളത്തിലുള്ളവർ കൂടുതലും ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ സോണ്. അപ്പോൾ എവിടേക്കാണോ വരുന്നത്, ലിസ്റ്റ് ഏതൊക്കെ വരുന്നുണ്ടോ അത് ഓരോന്നായിട്ട് നമ്മുടെ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം, എത്രയാണ് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെന്നൈ സോണിൻ്റെ നോർമലൈസേഷൻ കട്ട് ഓഫ് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഇനി ഫിസിക്കലാണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വേരിയസ് ലെവൽ 1 നമ്മുടെ ചെന്നൈ സോണിൻ്റെയാണ് കേട്ടോ. ചെന്നൈ ഇവിടെ കാണാൻ സാധിക്കും. ചെന്നൈൻ്റെ RRB ചെന്നൈൻ്റെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജനറലിന് 78 പോയിന്റ് ചില്ലറ കാണുന്നുണ്ട്. ഞാനൊരു കൃത്യമായിട്ടുള്ളൊരു 78 കൃത്യമായിട്ടുള്ളൊരു ഡാറ്റയിൽ തന്നെ പോവാം. 78 മാർക്കാണ് വേണ്ടത്. SC 70 മാർക്കാണ്, ST 63 മാർക്കാണ്, OBC 76 മാർക്കാണ്, EWS 71 മാർക്കാണ്. ഇതാണ് കട്ട് ഓഫ് ചെന്നൈ സോണിലേക്ക് വന്നിട്ടുള്ളത്. ഇനി ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും. അതിന് നമുക്ക് ഇതിൻ്റെ ലിസ്റ്റ് കൂടി നോക്കാം. സോ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഇവിടെയാണ് ലിസ്റ്റ്. ഇതാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ചെന്നൈ സോണിൻ്റെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെന്നൈ RRB ചെന്നൈൻ്റെ റിസൾട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. ഒരുപാട് കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 18ഓളം PDF പേജുകളിലായിട്ട് വന്നിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ഏകദേശം 5130 ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചെന്നൈയിലേക്ക് ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവർക്ക് ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കാനായിട്ട് നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടല്ലോ, അത് ഇവിടെ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാം നമ്മുടെ ടെലിഗ്രാമിൽ ഇതുപോലെ തന്നെ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് ടെലിഗ്രാം. ഇതിലെല്ലാം ഇതുപോലെ തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഇതിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. നിലവിൽ നമ്മുടെ ചെന്നൈൻ്റെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും.